എൻ്റെ ജേണൽ ഇതിലൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്തില്ലായിരുന്നു ഒരു ജേണൽ, മൈ ഡയറി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ജേണൽ. അപ്പം നമ്മൾ അടുത്തത് നമുക്ക് പുതിയൊരു ജേണൽ ചെയ്താലോ. ഇത് അടുത്ത ഡയറി. ഇതെവിടെ നിന്നാണ് വന്നത്, സോറി ഗൈസ്. അപ്പോൾ ഇത് അടുത്ത ഡയറി, ക്യൂട്ട് ഡയറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു ഇതിലാണ് അത്. വെൽക്കം ടു അവർ ഡയറി, വെൽക്കം ടു അവർ ഡയറി എന്ന് തന്നെയാണ് ഇന്നത്തെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ കാണത്തിലൊക്കെ നമ്മൾ ഇതാക്കിയതാണ്. നെക്സ്റ്റ് ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത് ഇത് കൂട്ട് ജേണലാണ്. ഇതെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂട്ടി ചെയ്തത്. പിന്നെ ഇതാണ് അടുത്ത ജേണൽ. ഈ സൈഡിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഒരു ഇതിനെ ചെയ്ത ജേണൽ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം കാണിച്ച് കൂട്ടോ നമുക്കെന്ന് വിചാരിച്ചാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്താലോ ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യണ്ട, ഈ സ്റ്റിക്കർ എടുത്ത് അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഓക്കെ അല്ലേ ഗൈസ്? ഓൾ ഗുഡായിട്ടുണ്ട് എല്ലാം ഓക്കെ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡയറി ചെയ്ത ജേണൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് പിന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നെക്സ്റ്റ് ഇതാണ് ഇച്ചിരി ഇതൊക്കെയുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെൻ്റെ ഡയറി അല്ലായിരുന്നു, ആദ്യം എൻ്റെ ഇതായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ടു ഡു ലിസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇതുമായി ഇതൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ എക്സാം ആയിട്ട് പോകുമായിരുന്നു. അത് കാരണം ഞാൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും എനിക്ക് റഫായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഈ സൈഡ് കുത്തോട്ട് ജേണൽ തുടങ്ങി. ഇത് ഗ്രീൻ ജേണലാണ് ഞാൻ ചെയ്തത്. പർപ്പിൾ ജേണൽ ഇതിനകത്ത് കുറേ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിങ്ക് ജേണൽ, ഇതിനകത്ത് എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടെണ്ണം വിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതും പിന്നെ ഇത് ഗ്രീൻ ജേണൽ. ഇതാണ് ഞാൻ ചെയ്യാത്ത യെല്ലോ ജേണലാണ്. പിന്നെ ഇത് ബ്ലൂ ജേണൽ. പിന്നെ ഞാനാണെങ്കിൽ ഇതൊന്നും നോക്കണ്ട ഗൈസ്. പിന്നെ അടുത്ത ജേണൽ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ചെയ്തത്, കണ്ടോ? ഇതാണ് എൻ്റെ ഫേവറേറ്റ് ജേണലായിരുന്നു. സോറി. അപ്പോൾ നമ്മൾ അടുത്തത് ഞാൻ ചെയ്ത ജേണൽ ആയിരുന്നു ഗൈസ്. നല്ല ഭംഗിയില്ലേ? പിന്നെ ഞാനാണെങ്കിൽ ഇത് പുറകിൽ നിന്ന് പേപ്പർ വെച്ച് ചെയ്താണ്. ഇത് ബാക്കി വരുന്ന പേപ്പറെല്ലാം ഞാനാണെങ്കിൽ പുറകിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയ ജേണൽ ഇതിൽ ചെയ്താലോ. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തേക്കാം. അപ്പം നമ്മളെങ്ങനെയാണ് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒട്ടിക്കാം. ഗൈസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റിക്കറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഇത് ഇവിടെ ആയിട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും ഒട്ടിച്ചാൽ പോരെ. അപ്പോൾ ഒട്ടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിട്ട് ഒട്ടിക്കാനാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കാനായിരുന്നു. എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ തന്നെ ഒട്ടിക്കാം. ഗൈസ് ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒട്ടിച്ച് ഇവിടെ ഒട്ടിച്ച്. പിന്നെ ഞാനൊരു സ്റ്റിക്കി നോട്ട് ഇത് കൂട്ടെടുത്ത് ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ പിന്നെ ഇവിടെ ഒട്ടിച്ചു. ഇവിടെ അത്രയും ഗ്ലൂ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നതറിയോ? എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിടിക്കാനൊരു സ്ഥലമില്ലാത്തതാണ് ഗൈസ്, അല്ലാതെ വേറൊന്നുമല്ല ഗൈസ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നേരെ കാണാൻ പോലും പറ്റത്തില്ലല്ലോ. സോറി ഗൈസ്, അതെനിക്ക് പറ്റത്തില്ല. കാരണം ഇങ്ങനെ പിടിച്ച് വെക്കാനൊരു സ്റ്റാൻഡില്ല. വേണം എൻ്റെ ഓക്കെ. എന്നിട്ട് ഞാനാണെങ്കിൽ പിന്നെ ഞാനാണെങ്കിൽ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധനം ഇതാണ് എടുക്കുന്നത്. ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ വിചാരിച്ചു.
അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഗൈസ് ഒട്ടിച്ച് കഴിയുമ്പോൾ റിസൾട്ട് കാണിക്കും. ഗൈസ് ഞാൻ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇവിടെയും പിന്നെ ഇവിടെയും ഒക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ചാംസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് പെട്ടെന്ന് ചെയ്തിട്ടാണ്. എന്തൊക്കെ യൂസ് ചെയ്തെന്ന് അറ്റ്ലീസ്റ്റ് പറയാം. ഈ സാധനം ഞാൻ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മൾ അന്നാണ് ഉണ്ടാക്കിയ സ്റ്റിക്കി നോട്ടില്ലേ, സ്റ്റിക്കി നോട്ടിൻ്റെ ആ ഫസ്റ്റ് ഭാഗം സൈഡും ഈ സൈഡും കയറി, ഈ സൈഡ് ഇങ്ങോട്ട് കയറി ഒട്ടിച്ചു. ഇങ്ങനെയായിരുന്നു വയ്ക്കുന്നത്. അപ്പോൾ ഈ സൈഡ് നേരെ തന്നെ അങ്ങനെ ഒട്ടിച്ചു. ഇത് മറിച്ച് നോക്കുമ്പോൾ ഈ കളറാണ് കാണുക. അപ്പോൾ ഈ കളറിൽ അങ്ങോട്ട് ഇങ്ങനെ ഒട്ടിച്ച്, ഇത് ഏത് കളറാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിച്ച് കണ്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും അറിയത്തില്ല. പിന്നെ നമുക്കിവിടെ എന്തെങ്കിലും എഴുതാൻ വിചാരിച്ചു. സ്റ്റിൽ ഞാൻ എന്താ എഴുതാൻ നോക്കുന്നതിനൊന്നുമില്ല. ഞാൻ പിന്നെ എഴുതണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും എഴുതണ്ടെന്നാണ്, ഓൺലി സ്റ്റിക്കേഴ്സ് ആൻഡ് പേപ്പേഴ്സ് എന്നാണ് വിചാരിച്ചത്. എന്തായാലും ലാസ്റ്റ് വരുമ്പോൾ നോക്കാം. ഞാൻ പിന്നെ UBIT എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് സ്പെല്ലിംഗ് ഒന്നും ഇല്ലായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാനാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഇല്ല, അടുത്ത ഇല്ല. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് B എന്ന് എഴുതുന്നു, പക്ഷേ തിരിച്ച് യുബിറ്റ് നോക്കി. പിന്നെ ഞാനാണെങ്കിൽ സ്റ്റിക്കർ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നും അല്ലേ, ഒന്നും കൂടി ചെയ്യാം. 3, 2, 1. ഗൈസ് ഞാൻ ഇത്രയും ചെയ്തെടുത്തു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഇതും ഞാനിപ്പോൾ ചെയ്തെടുത്താണ്. ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു ഇരിക്കുന്നത്, ഫുൾ മിസ്സായിരുന്നു. ഞാൻ ഈ സാധനം ചെയ്യുന്ന സമയത്ത് പെട്ടെന്നെല്ലാം ചെയ്തതാണ് കേട്ടോ ഗൈസ്. ബാക്കിൽ ഡയറി എല്ലാം ഇരിപ്പുണ്ട്. സോ ഡു യു ലൈക്ക് ഇറ്റ്? സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങളിപ്പം വേറെ ചേച്ചിമാരുടെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റേത് അഗ്ലിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവർക്ക് കുറേ സപ്ലൈസും കുറേ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് നീറ്റായിട്ട് വരെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒട്ടും ഒന്നുമില്ല. നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ